ഓക്കെ, ഒന്ന് ഫുൾ അമർത്തിക്ക്. ഇനി ആക്സിലേറ്റർ വന്ന് കാല്. ഓക്കെ, കൊള്ളാം. പയ്യെ വിരലൂണ് പയ്യെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ചേച്ചിക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ എടുക്കാം. പഠിക്കും. ഓക്കെ, ഒന്ന് ആക്സിലേറ്റർ കാല് വന്നേ ചേച്ചി. മതി. ബ്രേക്ക് വന്നേ, ആക്സിലേറ്റർ വന്നേ, ബ്രേക്കിൽ വന്നേ, ആക്സിലേറ്റർ വന്നേ, ആക്സിലേറ്റർ വന്നേ, ബ്രേക്ക് വന്നേ, ആക്സിലേറ്റർ വന്നേ, ബ്രേക്ക് വന്നേ, ആക്സിലേറ്റർ വന്നേ, ബ്രേക്കിൽ വന്നേ. ഓക്കെ, മിറർ ഓക്കെ ആണ് ചേച്ചി, നോക്കി. മിറർ രണ്ടിടത്ത് ഓക്കെ അല്ലേ? നോക്കി ചേച്ചിക്ക് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട്. ബാക്ക് കാണാവോ? ആ ബാക്ക് ഡോർ ഹാൻഡിലും അവിടെ നിന്നൊരു വണ്ടി വന്ന പോസ്റ്റേ കാണാൻ പറ്റുന്നുണ്ട് ചേച്ചിക്ക്. ഓക്കെ, ഈ സൈഡോ? ഈ സൈഡും കാണാം. അപ്പൊ ഇനി ബെൽറ്റ് കിട്ടോ. ഓക്കെ അല്ലേ? ഇതിങ്ങനെ പോകുന്നു. ഇനിയൊക്കെ നോക്കി ചേച്ചി, ഇങ്ങനെ അയക്കണം. എപ്പോഴും ഹാൻഡ് ബ്രേക്ക് താഴ്ത്തേണ്ടത്. ഞെക്കി താഴത്തോട്ടാക്കാൻ നോക്കല്ലേ. ഒന്ന് പുള്ളി ചെയ്തിട്ട് ഞെക്കിയിട്ട് താഴത്തോട്ടാക്കുക, പുഷ് ചെയ്ത് താഴത്തോട്ടാക്കുക. ഓക്കെ അല്ലേ ചേച്ചി? ഇനി വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചേച്ചി നോക്കേണ്ട സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം. ചേച്ചി വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചേച്ചി നോക്കുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും. ഈ എതിരെന്ന് വരുന്ന വണ്ടി ആയിരിക്കും നോക്കുന്നത്. ചേച്ചിയുടെ ഫോക്കസ് എപ്പോഴും ഇവിടെ ആയിരിക്കണം, ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം. ഈ മൂലയായിരിക്കരുത് നോക്കേണ്ടത്, ഇത് അങ്ങേ മൂലയായിരിക്കണം. ചേച്ചിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എവിടെയാണോ ലോങ് നോട്ടം കൂടുതൽ കിട്ടുന്നത് അവിടെ ആയിരിക്കണം ചേച്ചി ശ്രദ്ധിക്കേണ്ടത്. ലെഫ്റ്റ് സൈഡ് ദൂരത്തോട്ടായിരിക്കണം നോക്കേണ്ടത്. ഓക്കെ അല്ലേ? പോവാം നമുക്ക്. ഒന്ന് പയ്യെ ബ്രേക്ക് ഒന്ന് കാല് മാറ്റി വെങ്കി. ഒന്ന് ബ്രേക്ക് ചവിട്ടിക്ക്. ഒട്ടി ചവിട്ടാതെ പയ്യെ സ്മൂത്തായിട്ട് ചവിട്ടി നിർത്താവുള്ളൂ. ഓക്കെ അല്ലേ? ഇനി പയ്യെ വിട്ട് കൊടുത്ത് ചേച്ചി ബ്രേക്ക് മാത്രം പയ്യെ റിലീസ് ചെയ്യുക. അപ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ തന്നെ ചേച്ചി ഓടിച്ചു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തന്നോളാം. ഈ മൂല അങ്ങോട്ടും റോഡ് നോക്കി ചേച്ചി അതനുസരിച്ച് ഇവനെ മാറ്റി കൊടുത്തോണം കേട്ടോ. കുറേശ്ശെ എന്ത് ചെയ്യണം, ചലിപ്പിച്ച് കൊടുത്തോണം. അങ്ങനെ അത് തന്നെ പയ്യെ പൊക്കോട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ചേച്ചി ഒന്ന് ബ്രേക്ക് നിർത്തിക്കുക പയ്യെ. ചേച്ചി നോക്കേണ്ടത് എപ്പോഴും എവിടെ ആയിരിക്കണം? ഈ മൂലയായിരിക്കണം. ഇങ്ങോട്ട് ചേച്ചിക്ക് നോട്ടം വരണ്ട. ഈ മൂല ചേച്ചിക്ക് തട്ടാതെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാവോ അങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കോ. ഈ മൂല എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് മൂല. ഈ എഡ്ജ് കണ്ട, ഈ എഡ്ജ് ഇവിടെ നോക്കരുത്. ചേച്ചി നോക്കേണ്ട സൈഡ് എപ്പോഴും ഇവിടെ ആയിരിക്കണം, അങ്ങ് ദൂരത്തോട്ടായിരിക്കണം. അപ്പോഴേ ചേച്ചിക്ക് എന്ത് വരത്തുള്ളൂ, ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ട വസ്തുക്കളെ നേരത്തെ ബ്രെയിൻ ഒബ്ജക്റ്റ് ചെയ്യാനും അതിനുശേഷം ബ്രെയിൻ ഇൻഫർമേഷൻ കൊടുത്ത് അതിന് ഒഴിവാക്കാനുമുള്ള പരിപാടികൾ നടക്കത്തുള്ളൂ. ചേച്ചി പെട്ടെന്ന് ഇവിടെ തന്നെ നോക്കിയിരിക്കുമ്പോൾ എന്ത് വരും, ഇത് കഴിഞ്ഞ് അടുത്ത ഒബ്ജക്റ്റ് പെട്ടെന്ന് വരുമ്പോൾ ചേച്ചിക്ക് അത് മാറ്റാനുള്ള ഇൻഫർമേഷൻ ബ്രെയിൻ തരാനായിട്ട് സാധിക്കത്തില്ല, ടൈമിങ് കിട്ടത്തില്ല, സഡനായിട്ട് പ്രതികരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക, ദൂരത്തെ കാഴ്ചകൾ എടുത്തു വെക്കുക, എന്നിട്ട് അതിനെ ഒഴിവാക്കാനായിട്ട് നോക്കുക. ഓക്കെ, പോട്ടെ, പയ്യെ വിട്ടു കൊടുത്തു. ഒരു ഫോൺ അടിച്ച് ചേച്ചി മതി. ഇവിടെ നമുക്ക് ബ്രേക്കിൽ തന്നെ കാല് വെച്ച് പയ്യെ കൊണ്ടുപോയാൽ മതി. ചെല്ലുന്നതനുസരിച്ച് ഇങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കുക. ഇവിടെ സ്പേസ് ചേച്ചി കാണുന്നുണ്ട് കണ്ടോ? അപ്പൊ അതനുസരിച്ച് ചേച്ചി അടുപ്പിച്ച് കൊടുക്കുക. അതുകൊണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ഉള്ള സ്പേസ് ഉള്ളിടം എടുത്ത് പോകാനേ നോക്കാവുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചേച്ചിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്നോട് പറയണം. ഓക്കെ. ഇല്ല, അത് വരും. നമ്മളിപ്പം ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് കയറി ചെയ്യുമ്പോൾ അത് അഡാപ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. ഒന്ന് സ്പീഡ് കുറച്ച്, എല്ലാ വളയും ജസ്റ്റ് ഒന്ന് വേഗത കുറച്ച് നോക്കി പയ്യെ പോയാൽ മതി. ചെല്ലുന്നതനുസരിച്ച് ഇനി ബ്രേക്ക് ഓടിക്കുക ചേച്ചി. ഇനി നോക്കി, ഇനി ഇവിടെ ചേരാൻ പറ്റും, സ്ഥലമുണ്ടോ? ഇനി ഇവിടെ സ്പേസ് ഉള്ളത് ചേച്ചിക്ക് ഇങ്ങോട്ട്. അപ്പൊ അങ്ങോട്ടേ അടുപ്പിച്ച് കൊടുക്കാവുള്ളൂ. അതാണ് പറയുന്നത് വഴി ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡ് മാക്സിമം കീപ്പ് ചെയ്യാനാണെങ്കിലും ഉള്ള സ്പേസ് നോക്കുക. നമുക്ക് വണ്ടിയും കൊണ്ട് പോകാനുള്ള സ്പേസ് എവിടെയാണുള്ളത് അങ്ങോട്ട് എടുത്തുകൊണ്ട് ഇതിനെ കൊണ്ട് പോകാവൂ. ഓക്കെ അല്ലേ? ഇനി പയ്യെ വിട്ട് കൊടുത്തേ. അങ്ങനെ തന്നെ ചേച്ചിക്കുള്ള സ്പേസ് പയ്യെ എടുത്ത് പോകാവുള്ളൂ കേട്ടോ. ഇവിടെ സ്പേസ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് അടുപ്പിച്ചു പോകണം. കാരണം ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ടേൺ എടുക്കുമ്പോൾ ഉണ്ട് ഇവിടെ സ്പേസ് കൂടുതൽ അല്ലേ, അപ്പൊ അങ്ങോട്ട് അടുപ്പിക്കുക.
അങ്ങോട്ട് വരുന്നതനുസരിച്ച് പയ്യെ ലെവലാക്കുക. ഈ ദൂരത്ത് ഇതെടുക്കുക, ലോങ് സൈഡ് എടുക്കുക. കണ്ടോ ചേച്ചി, ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി എന്ത് ചെയ്യുന്ന പറയാം, അപ്പോൾ റോഡ് നിറഞ്ഞു പോകുന്ന കണക്കെ ഫീൽ ചെയ്യത്തുള്ളൂ. ഒന്നിനും പോകാൻ തലവില്ല, ഇപ്പം മുട്ടിയില്ല എന്നുള്ളൊരു ഫീൽ ആയിരിക്കും ചേച്ചിക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ദൂരത്തോട്ട് നോക്കുമ്പോൾ ചേച്ചിക്ക് അറിയാം റോഡിന്റെ വലിപ്പം ചേച്ചിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വഴി കൂടെ നമ്മുടെ വണ്ടി പോകുമോ ഇല്ലയോ എന്ന് ചേച്ചിക്ക് ഒരു കണക്കൂട്ടൽ കിട്ടും. ഇപ്പൊ കണ്ട ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തുവാ, ഈ ഒരു ഓലയാ. അതിന് ചേച്ചി പയ്യോ അത്രേ ഉള്ളൂ, കണ്ട കഴിഞ്ഞ്. ഇതേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ചേച്ചി എന്ത് ചെയ്യണം, കണ്ടിന്യൂ ബേസിൽ 10-30 വട്ടം ചെയ്ത് കഴിയുമ്പോൾ ചേച്ചി അതിനോട്ട് അഡാപ്റ്റ് ആയി മാറും. ചേച്ചി എന്ത് ചെയ്യുമോ, വണ്ടി ഉണ്ടോ ഇല്ലെന്ന് നോക്കിയതിന് ശേഷം പയ്യെ പയ്യെ വിട്ടുകൊടുത്തെടുക്കാവുള്ളൂ. ഓക്കെ, ആദ്യം നോക്കേണ്ട സൈഡ് ഏതായിരിക്കണം, അല്ല ഇതായിരിക്കണം. കാരണം ഈ റോഡിൽ നിന്നല്ലേ ആദ്യം നമ്മൾ പാസ് ചെയ്യുന്നത്. ഇത് 2 റോഡായിട്ട് എടുക്കുക. ഈ റോഡല്ലേ നമ്മൾ ആദ്യം പാസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തട്ട് കിട്ടുന്നത് ഇവിടുന്ന്. അപ്പൊ ആദ്യം ഈ റോഡിനെ ബ്ലോക്ക് ആക്കാനാണ് നോക്കേണ്ടത്. ഇവിടുന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അപ്പുറത്തെ റോഡ് നോക്കാവുള്ളൂ. കാരണം നമ്മുടെ വണ്ടി പകുതി കയറി കഴിയുമ്പോൾ അപ്പുറത്തുള്ള വണ്ടി ഒന്നും തട്ടത്തുള്ളൂ അല്ലേ. ഇനി കുറേശ്ശെ ഒന്നും കയറ്റി വെച്ച്, പേരെന്നായിരുന്നു ചേച്ചി, കുറേശ്ശെ കയറ്റി വെച്ചു. പേടിക്കണ്ട, അത് അപ്പുറത്തെ റോഡില്ല, നമുക്ക് ഇവിടം വരെ ഫ്രണ്ട് കയറ്റി കൊണ്ടുപോയല്ല. ഓക്കെ അല്ലേ. ഞങ്ങൾ വന്ന വീട് റോഡ് പൊളിച്ചിട്ടേക്ക് വരുന്നു. പൊടേച്ച് പയ്യെ വിട്ട് കൊടുത്തേന്. ഓക്കെ, പോയിട്ട് സമാധാനത്തിൽ എടുത്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ. ഇനി കുറേശ്ശെ കയറ്റി വെച്ച് പോട്ടെ വെച്ചു, ധൈര്യമായിട്ട് വെച്ചു. ഇനി വേണ്ട, നിൽക്കട്ടെ. ഓക്കെ, കൊള്ളാം. ആ 2 വീലർ കൊണ്ട് പോകുമ്പോൾ ഇനി കയറ്റി വെച്ചു, കുറേശ്ശെ വെച്ചു. ഇത് ഞാൻ പറഞ്ഞുതരാം. പോട്ടെ ചേച്ചി വെച്ചു, ധൈര്യമായിട്ട് വെച്ചു. ബാക്കി വരുന്നതനുസരിച്ച് ഇതേ ഇനി ചേച്ചി ഇവിടെ നോക്കുക. വരുന്നതനുസരിച്ച് ചേച്ചി പയ്യെ റോഡ് നോക്കിയേ. എങ്ങോട്ടാ വണ്ടി പോകുന്നത്, ഇങ്ങോട്ടാ. നമ്മുടെ സൈഡ് ഏതാ, ലെഫ്റ്റാ. അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. ഇപ്പൊ നമുക്ക് എല്ലായിടത്തും ഒരേ സാഹചര്യം ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇന്ന അളവെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. എന്ത് ഇന്ന സൈഡ് എത്തുമ്പോൾ ഇത്ര തിരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇത്ര തിരിച്ചാൽ മതി എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ഇല്ല. എവിടെയെങ്കിലും ഗ്രൗണ്ട് ഉണ്ടോ? കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ചേച്ചി അങ്ങോട്ട് കയറി ചെന്ന് അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ചേച്ചിയുടെ നേരെ വണ്ടി വന്നപ്പോൾ ചേച്ചി എന്തോ ചെയ്തത്, ബ്രേക്ക് പിടിച്ചു. പിന്നെ അല്ലെങ്കിൽ ചേച്ചിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ചേച്ചി എന്ത് ചെയ്യും, ഒതുക്കി കൊടുക്കും അല്ലേ. ഇത് തന്നെ അവരും ചെയ്യത്തുള്ളൂ. ഓക്കെ. പക്ഷെ ലെഫ്റ്റ് സൈഡിലുള്ള വസ്തുക്കളെ ചേച്ചി നോക്കിയത്, ആ തൂണും കൊണ്ട് പോണ ചേട്ടൻ ചേച്ചിയെ കാണുന്നുണ്ടോ, ഇല്ല. ഈ സൈഡിൽ നിൽക്കുന്ന റെയിൽവേ ഗേറ്റ്, തൂണ്, തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാര്, ആ സിഗ്നൽ ബോർഡ്, ഇതൊക്കെ ചേച്ചിനെ കാണുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഇതൊക്കെ ചേച്ചിക്ക് വേണ്ടി മാറി തരുവോ, ഇല്ല. അതിനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം അറിയാം. ചേച്ചി ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാ അല്ലേ. ചേച്ചിക്ക് ഇനി എവിടെ സ്പേസ് ഉള്ളതെന്ന് നോക്കി. അത്രേ ഉള്ളു. പയ്യെ ഒന്നും പേടിക്കണ്ട. പയ്യെ സമാധാനത്തിൽ പോയാൽ മതി. അവർക്ക് കയറി പോകാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവരങ്ങനെ കയറ്റി വെച്ചത്. ചേച്ചി അല്ല, ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡ് ചേച്ചി ശ്രദ്ധിക്കേണ്ടത്, ചേച്ചി ഇപ്പൊ ലെഫ്റ്റോട്ട് വളയുവാന്ന് വിചാരിച്ചു. അപ്പൊ ചേച്ചി എന്ത് ചെയ്തോണം, വളഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ്. ചേച്ചി എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റർ ഇടുക, മിറർ ശ്രദ്ധിക്കുക. ചേച്ചിക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി ഒതുക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴും ചേച്ചി എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കുക. ഓക്കെ. ഈ സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കണം ചേച്ചി എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കേണ്ടത്. ഇപ്പൊ അവർ നിൽക്കുന്ന കണ്ട, പേടിക്കണ്ട, പയ്യെ സമാധാനത്തിൽ ചെല്ലുക, അവർ മാറി. ഓക്കെ അല്ലേ. ഇനി ഞാൻ ബൈക്കുകാരനായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ഞാൻ നോക്കിയിട്ട് ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. ആ റോഡിലോട്ട് നോക്കി ഇത്രയും ഡിസ്റ്റൻസ് ചേച്ചി ഇടുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ അല്ലേ. പക്ഷെ ഓവറായിട്ട് ആ നോട്ടം അങ്ങോട്ട് വരരുത്, കാരണം നമ്മുടെ ശ്രദ്ധ മാറി പോകും കേട്ടോ. പിള്ളേരൊക്കെ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? വണ്ടി ആരാ ഓടിക്കാറ്? ഇതിനു മുമ്പ് ഏത് വണ്ടിയായിരുന്നു?
ഈ ഷോൾഡർ ലെവലിൽ എത്തുമ്പോൾ തിരിച്ചാമെന്ന് പറഞ്ഞാൽ മതി. വണ്ടി എവിടെ ആണെങ്കിലും വളഞ്ഞ് മാറി തരും തട്ടാതെ. പക്ഷെ അതൊരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. മനസ്സിലായോ ചേച്ചി? അവിടെ വിട്ടു കൊടുത്തു തിരിക്കണം. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. എനിക്ക് നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിലോട്ടായിരിക്കും പോകുന്നത് കുറച്ച് ഓടി കഴിയുമ്പോൾ. ആ ഗ്രൗണ്ട് ഇടിയാൻ ചേച്ചിക്ക് പാർക്കിങ്ങും പഠിപ്പിച്ചു തരാം. ചേച്ചിക്ക് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമില്ലേ, അതും ചേച്ചി തരാം. ഓക്കെ. കൊച്ചു റോഡിൽ ഇട്ട് ഓടിക്കുന്നത് നിങ്ങൾ ആ വന്ന റോഡിൽ അതുപോലത്തെ റോഡിൽ അങ്ങോട്ട് കറക്ക്, റിട്ടേൺ കറക്ക്. ആ അങ്ങനെ തന്നെ മതിയാവും. അത്രയും തന്നെ പോട്ടോ. ഇനി കുഞ്ഞെന്തിയാണ് ഇങ്ങോട്ട് പയ്യെ വെച്ചു. ഇത്രേ ഉള്ളു കാര്യം. നമ്മൾ വെറുതെ വെച്ച് തിരിക്കല്ലേ, കുറേശ്ശെ ചെല്ലുന്നതനുസരിച്ച് ഇങ്ങോട്ട് ഒരുപാട് ചേരണ്ട. മനസ്സിലായി? വണ്ടിക്ക് നീളമുള്ള വണ്ടിയല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാവേ. ഒന്ന് ഓടി മാറട്ടെ കേട്ടോ. വണ്ടിയുടെ ലെങ്ത് മനസ്സിൽ വേണം. ഇപ്പൊ നമ്മുടെ നീളം നമുക്കൊരു കണക്കൂട്ടില്ലേ. ഇപ്പൊ നമ്മളൊരു ഹൈറ്റ് ഇല്ലാത്തൊരു കട്ടള എന്ന് വിചാരിച്ചു, അതിന് ഹൈറ്റ് കുറവാ. നേരെ നമ്മൾ കയറി ചെല്ലുക ഇല്ല. അവിടെ നമുക്ക് എന്തറിയാം, ഒന്ന് താന്ന് കൊടുക്കേണ്ടി വരും എന്ന് നമുക്ക് അറിയാം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, തല ഇടിക്കും. ഓക്കെ അല്ലേ? പേടിച്ചല്ലേ? മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ വരും ചേച്ചി. നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കല്ലേ. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ചേച്ചി ചെയ്തില്ലേ? ഈ വലിപ്പത്തെ പറ്റി നമുക്ക് എപ്പോഴും ഐഡിയ വേണം വണ്ടിയുടെ. ഇതിപ്പോ ചേച്ചി കയറ്റി വെക്കാൻ നേരം എന്ത് ചെയ്യണം, കുറേശ്ശെ ചെല്ലുന്നതനുസരിച്ച് കയറ്റി വെച്ചാൽ മതി. തിരിഞ്ഞ് മാറുന്നില്ലെന്ന് അറിയുമ്പോൾ ചേച്ചി എന്ത് ചെയ്യുക, കൂടുതൽ തിരിച്ചു കൊടുക്കുക. ചെല്ലുന്ന അനുസരിച്ച് തിരിച്ചു കൊടുക്കാവുള്ളൂ. നമ്മൾ അഡ്വാൻസ് ആയിട്ട് നേരത്തെ ഒരുപാട് തിരിച്ചു വെക്കേണ്ട കാര്യം ഇല്ല. ആ വണ്ടി ഇറങ്ങി വരുമോ, പുള്ളി കൈ കാണിച്ചില്ല, നമ്മൾ പയ്യെ എന്ത് ചെയ്യുക, സ്ലോ ചെയ്ത് കൊടുക്കുക. ഇത്തിരി കൂടെ കയറി നിർത്തിക്കുക പയ്യെ. ഞാൻ മതി നിൽക്കട്ടോ, അതിലെടുത്ത് മാറും. ഇപ്പോൾ ആ വണ്ടി മാറി കഴിയുമ്പോൾ ചേച്ചി എന്ത് ചെയ്യണം, ഇനി വിട്ടു കൊടുത്തു പോട്ടോ. ചേച്ചി നന്നായിട്ട് വണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ചേച്ചി പേടിയൊന്നും മാറ്റിയാൽ മതി. എന്താ റോഡ് പണിയോ പാലം പണിയോ എന്തോ ആയിട്ടോ ബ്ലോക്ക് ഫുള്ള് റോഡ് ഇങ്ങനെ വട്ടം ക്രോസ് ആയിരുന്നു. വണ്ടി വിടുന്നില്ലായിരുന്നു, കറങ്ങി വന്നു. ഒരു വളം വരും ഇപ്പൊ അടുത്ത് തന്നെ. പയ്യെ ലെഫ്റ്റോട് കൂടി ചേച്ചി നോക്കി. ലെഫ്റ്റോട് ചേച്ചി അങ്ങോട്ട് ഒരുപാട് അകന്നു പോയായിരുന്നു. ഇല്ലേ, പോയില്ലായിരുന്നു?